ഒരു അപ്പാർട്ട്മെൻറ്റ് 4 ക്യാരക്ടേഴ്സ്. കണ്ടൻറ്റിലും അതിൻ്റെ അവതരണത്തിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു അമേരിക്കൻ കോമഡി ഡ്രാമയാണ് ദ ഇൻവൈറ്റ്. ബുക്ക് സ്മാർട്ട്, ഡോൺ വറി ഡാർലിംഗ് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ഒലിവിയ വൈൽഡാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു R-rated സിനിമയാണ്. മാരേജ് ലൈഫിൽ അത്ര ഹാപ്പി അല്ലാത്തൊരു കപ്പിൾ, അവരുടെ വീട്ടിലേക്ക് അയൽക്കാരായ മറ്റൊരു കപ്പിൾ വരികയാണ്. ആദ്യം ഒരു ഓക്വേർഡ് ഡിന്നർ പോലെ തുടങ്ങുന്ന ഈ സംഭവം പിന്നീട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതാണ് സിനിമ. ദ ഇൻവൈറ്റ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതിൻ്റെ ടൈറ്റായ നറേറ്റീവ് തന്നെയാണ്. ഈ സിനിമയിൽ വലുതായ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ഒന്നുമില്ല. പ്രധാനമായും ഈ 4 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംസാരത്തിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഓക്വേർഡായിട്ടുള്ള കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അങ്ങനെ ഓരോ കോൺവെർസേഷൻ കഴിയുന്തോറും ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. ഒറ്റ ലൊക്കേഷനിലാണ് ഈ കഥ പ്രധാനമായി നടക്കുന്നതെങ്കിലും ഈ സിനിമ പ്രേക്ഷകനെ വിഷ്വലി ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുന്നുണ്ട്. ലിവിങ് റൂം, ഓഫീസ്, കിച്ചൺ, അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഭാഗവും ക്യാരക്ടേഴ്സിൻ്റെ ഓരോ ഇമോഷണൽ സ്റ്റേറ്റിനനുസരിച്ച് വ്യത്യസ്ത സ്പേസായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സ്, റിഫ്ലക്ഷൻ, ജനാലകൾ, അതിൻ്റെയൊക്കെ ഒരു ഉപയോഗവും കഥ പറച്ചിലിൽ വളരെ ശ്രദ്ധേയമാണ്. പെർഫോമൻസസ് ആണ് ഈ സിനിമയുടെ മറ്റൊരു സ്ട്രെങ്ത്. 4 പേരും അവരുടെ റോള് വളരെ മികച്ചതായി ചെയ്തിട്ടുണ്ട്. അതിൽ ആഞ്ചല എന്ന ക്യാരക്ടറെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡയറക്ടറായ ഒലിവിയ വൈൽഡ് തന്നെയാണ്. ആഞ്ചല എന്ന ക്യാരക്ടർ എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന, എപ്പോഴും ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു ആളാണ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ക്യാരക്ടർ നെർവസ് ആകുന്നുണ്ട്. ആ ഒരു നെർവസ് എനർജി വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഒലിവിയ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതലായും കണ്ടിട്ടുള്ള സെത്ത് റോഗൻ്റെ ആ ഒരു കോമിക് പെർസോണിൽ നിന്ന് മാറി കുറച്ചധികം റിഗ്രറ്റും ഫ്രസ്ട്രേഷനുള്ള, തൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായി പോയൊരു ക്യാരക്ടറെയാണ് സെത്ത് റോഗൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. റോഗൻ്റെ ക്യാരക്ടറും ഒലിവിയുടെ ക്യാരക്ടറും തമ്മിലുള്ള കോൺട്രാസ്റ്റിംഗ് പേഴ്സണാലിറ്റീസാണ് ഈ സിനിമയിലെ ടെൻഷനും അതുപോലെ തന്നെ കോമഡി മൊമെൻറ്റ്സിനുള്ളൊരു പ്രധാന കാരണം. പെനേലോപ്പ ക്രൂസും എഡ്വേർഡ് നോർട്ടനും അവരുടെ ക്യാരക്ടേഴ്സിന് വേറൊരു തരം എനർജി നൽകുന്നുണ്ട്. ഈ 4 ക്യാരക്ടേഴ്സും തമ്മിലുള്ള കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റ്. ദ ഇൻവൈറ്റ് വെറൊരു കോമഡി സിനിമ മാത്രമല്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ്. ചില സീൻസ് ശരിക്കും ഫണ്ണിയാണ്, അതുപോലെ ഒരുപാട് ചിരിക്കാനുള്ള വിറ്റ് ഉണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ വളരെ സീരിയസ് ആയ ചില സബ്ജക്ട്സും ഇമോഷൻസും ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ ബേസിക്കലി പറയുന്നത് എങ്ങനെയാണ് ആളുകൾ അൺഫുൾഫില്ലിംഗ് ആയ റിലേഷൻഷിപ്പുകളിലും അതുപോലെ റുട്ടീൻസിലും കുടുങ്ങിപ്പോകുന്നതെന്നാണ്. ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം 2 പേര് തമ്മിൽ ജെനുവിൻ ഇൻറ്റിമസി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ വർഷങ്ങളോളം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നവരൊരു പക്ഷേ ഇമോഷണലി 2 സ്ട്രേഞ്ചേഴ്സായിന്നും വരും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിലേഷൻഷിപ്പുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. അതിനർത്ഥം റിലേഷൻഷിപ്പിലുള്ളവർ മാത്രം കാണേണ്ട ഒരു സിനിമയാണിതെന്നില്ല. റിലേഷൻഷിപ്പുകളെ പറ്റി മനസ്സിലാക്കാൻ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മൊത്തത്തിൽ നോക്കിയാൽ നല്ലൊരു സ്ക്രീൻ പ്ലേ, അതിന് ചേർന്ന ഡയറക്ഷൻ, മികച്ച പെർഫോമൻസുകൾ, ഇത് 3ഉം ചേർന്നൊരു സിനിമയാണ് ദ ഇൻവൈറ്റ്. ഒരൊറ്റ അപ്പാർട്ട്മെൻറ്റിൽ 4 ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് ഏകദേശം 2 മണിക്കൂറോളം പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ ഒരു ദൗത്യത്തിലും ഈ സിനിമ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ കോമഡി ഇഷ്ടപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതേ ഡയറക്ടർ തന്നെ ബുക്ക് സ്മാർട്ട് എന്ന സിനിമയും കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.